പോലീസിനെതിരെ താങ്കൾ നേരത്തെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്തുണച്ചുകൊണ്ടായിരുന്നു ആ പോസ്റ്റ്. പോലീസിൽ ചില വർഗീയ താല്പര്യമുള്ളവരുണ്ടെന്ന തരത്തിൽ ആ നിലപാട് താങ്കൾക്ക് ഇപ്പോഴും ഉണ്ടോ? വർഗീയ താല്പര്യമുള്ളവർ പോലീസിലുണ്ട് എന്നുള്ളത് ഇപ്പോൾ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമല്ല. അത് കുറച്ച് കാലങ്ങളായിട്ട് UDF ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ സെൻകുമാറിനെ DGP ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് രംഗത്ത് വന്നത് ആരാണ്? ആക്കരുത് എന്ന് ഇടതുപക്ഷ സർക്കാർ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അതിന് ചില പ്രയാസങ്ങളുണ്ട് എന്ന് വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ പോയതാരാണ്? സെൻകുമാറിനെ പോലെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ പോലീസ് സേനയിൽ അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കത്തിന് കുറച്ച് കാലം മുമ്പ് മുതൽക്ക് തന്നെ തുടക്കം കുറിച്ചത്. അതാണ് ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിനായിട്ട് സുപ്രീം കോടതിയിൽ വാദിച്ച നേതാവാരായിരുന്നു? ആ കേസിന്റെ ഇന്റർമീഡിയറി എന്നുള്ള നിലക്ക് അതിന്റെ ഇടയാളത്വം ഏറ്റെടുത്തത് ആരായിരുന്നു? ഏത് പാർട്ടിയായിരുന്നു? അദ്ദേഹത്തെ DGP ആക്കിയത് കൊണ്ട് കോൺഗ്രസിന് എന്ത് നേട്ടമാണ് ഉണ്ടായത്? മുസ്ലിം ലീഗിന് എന്ത് നേട്ടമാണ് ഉണ്ടായത്? അപ്പോ വർഗീയത പോലീസിൽ തുടങ്ങി വെച്ച, അല്ലെങ്കിൽ അത്തരം ഒരു ചാനൽ പോലീസ് സേനയിൽ ഉണ്ടാക്കിയ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ചൂട്ടുപിടിച്ചത്, കൂട്ടുനിന്നത്, ഒത്താശകൾ ചെയ്തു കൊടുത്തത് കോൺഗ്രസും ലീഗുമാണ്. അതിന്റെ തുടർച്ച ഇപ്പോഴും ഉണ്ട്. ആ തുടർച്ച കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ യഥാസമയത്ത് ഒരു ക്യാൻസർ ചികിത്സിക്കുന്നത് പോലെ വെട്ടിമാറ്റേണ്ടതാണെങ്കിൽ വെട്ടിമാറ്റി മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായം ഇന്നും എനിക്കുണ്ട്, നേരത്തെയും ഉണ്ടായിരുന്നു. അങ്ങനെ വെട്ടിമാറ്റേണ്ടത് ADGP ഇപ്പോൾ MR അജിത്കുമാറിനെതിരെ വലിയ ആരോപണങ്ങൾ വരുന്നു. അപ്പോൾ റിപ്പോർട്ട് വരട്ടെ എന്നുള്ളതാണ് പാർട്ടി സ്റ്റാൻഡ്. അപ്പോൾ പോലും ഈ ഇതിന് താഴെയുള്ള, അല്ലെങ്കിൽ ADGPക്ക് താഴെയുള്ള ആളുകളാണ് ഇത് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനെയാണ് താങ്കൾ അതിൽ എന്ത് നിലപാടാണ് എടുക്കുന്നത്? ഈ അന്വേഷണങ്ങളൊക്കെ നടന്ന് അതിന്റെ റിപ്പോർട്ട് വരട്ടെ. DGP അന്വേഷണത്തിന്റെ ചുമതലക്കാരനായിട്ടുണ്ടല്ലോ. ADGPയുടെ മുകളിലല്ലേ DGP റാങ്ക് കൊണ്ട്? DGP ഉണ്ടല്ലോ. DGP മാറ്റണമെന്ന് ആവശ്യപ്പെട്ടല്ലോ. ആര് പറഞ്ഞു? അത് നിങ്ങൾ പറയല്ലേ. ഈ അന്വേഷണ റിപ്പോർട്ട് വന്നാൽ ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും. ഒരു വർഗീയ നിലപാട് വെച്ച് പുലർത്തുന്നവരെയും പോലീസ് സേനയിൽ വെച്ച് പൊറുപ്പിക്കില്ല. 100-ലധികം ആളുകളെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പോലീസ് സേനയിൽ നിന്ന് എന്നേക്കുമായി ഡിസ്മിസ് ചെയ്തത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്തല്ലേ? ഇതിനു മുൻപ് എത്ര ആളുകൾ എത്ര കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് പോലീസ് സേനയിൽ? എന്തേ UDFന്റെ കാലത്ത് അത്തരത്തിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരാളെയെങ്കിലും ഡിസ്മിസ് ചെയ്യാൻ അവർ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. ഡിസ്മിസ് ചെയ്യാൻ, സസ്പെൻഡ് ചെയ്യല്ല, പോലീസ് സേനയിൽ നിന്ന് എന്നേക്കുമായി ഡിസ്മിസ് ചെയ്യാൻ 100-ലധികം ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഈ സർക്കാരാണ് തീരുമാനിച്ചത്. അപ്പൊ ഈ ഗവൺമെന്റിന് ഒരു കാരണവശാലും വർഗീയ മനോഭാവം വെച്ച് പുലർത്തുന്നവരെ സേനയിൽ നിർത്തണമെന്ന് താല്പര്യമുണ്ടാവില്ല. അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടു, തെളിവ് സഹിതം പറയപ്പെട്ടു, ഞാനടക്കമുള്ളവർ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് എനിക്കുറപ്പാണ്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണമെന്ന് ഘടകകക്ഷിയായ CPI ഉൾപ്പെടെ ആവശ്യപ്പെട്ടു. സസ്പെൻഡ് ചെയ്യുന്നത് പോലുമല്ല, ആ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന്. എന്തിനാ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രം മാറ്റുന്നത്? ആകെ മാറ്റേണ്ട ഒരാളെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രമായിട്ട് എന്തിനാണ് മാറ്റുന്നത്? അന്വേഷണ റിപ്പോർട്ട് വരുമല്ലോ. വിത്തിൻ ഡേയ്സ് ഇറ്റ് വിൽ കം. പക്ഷേ സുജിത്ദാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, മലപ്പുറം ജില്ല ഡിവൈഎസ്പിമാർ അടക്കമുള്ളവരെ മാറ്റിയിരിക്കുന്നു. അപ്പൊ അതിന്റെ അന്വേഷണ റിപ്പോർട്ട് അല്ല, സുജിത്ദാസിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തന്നെ തെളിവുണ്ടല്ലോ. കാരണം PV അൻവറുമായി സുജിത്ദാസ് സംസാരിച്ചത് എല്ലാവരും കേട്ടു. PV അൻവർ MLA കാല് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എന്നെ രക്ഷിക്കണം, എനിക്കെതിരെ പരാതി കൊടുക്കരുത്. ഒരു MLAയോട് ഒരു IPS ഓഫീസർ, ഒരു മുൻ SP അല്ലെങ്കിൽ അന്നത്തെ SP, അതിനുശേഷമാണ് അത് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ പറഞ്ഞത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യമായല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു.
സമാനമായ രീതിയിൽ അംഗീകരിക്കും. RSSുമായിട്ടുള്ള കൂടിക്കാഴ്ച ഒരു കാരണവശാലും ആർക്കും ന്യായീകരിക്കാൻ പറ്റില്ല, അങ്ങനെ കാണാൻ പാടില്ല. അദ്ദേഹം സമ്മതിച്ചു പിന്നെ നമ്മൾ കാത്തിരിക്കുന്നത്. വെയിറ്റ്, നിങ്ങളിപ്പോ നമ്മളൊരു സാധനം ഇപ്പൊ ഒരു പാലം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാലം 2 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അതിന് ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. പണ്ട് CH മഹേഷെ പറയാം, ഇവിടെ പറഞ്ഞതിന് ശേഷം പറയാം. അപ്പോ ഞാൻ പറയുന്നത് അദ്ദേഹം RSS നേതാക്കളെ കണ്ടത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. ആരും ന്യായീകരിച്ചിട്ടില്ല. അതിനെ വ്യക്തിപരമെന്നോ ഔദ്യോഗികമെന്നോ രണ്ടാക്കി തിരിക്കാൻ സാധിക്കില്ല. അതിന് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും. RSS നേതാക്കളെ കാണാൻ വേണ്ടി പാടില്ല, SDPI നേതാക്കളെ കാണാൻ വേണ്ടി പാടില്ല, ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ കാണാൻ വേണ്ടി പാടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്.